ഞാൻ ഒരിക്കലും പ്രേതങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. തുരുമ്പിച്ച നിറമുള്ള ഗേറ്റുകളും മേൽക്കൂരയോട് വളരെ അടുത്ത് ചാരിയിരിക്കുന്ന പ്ലാവ് മരവും ഉള്ള തിരുവനന്തപുരത്തെ പഴയ വീട്ടിലേക്ക് താമസം മാറുന്നതുവരെ അത് അങ്ങനെയായിരുന്നില്ല. അത് വിലകുറഞ്ഞതായിരുന്നു, വളരെ വിലകുറഞ്ഞതായിരുന്നു. പക്ഷേ ഞാൻ തകർന്നുപോയി. അടുത്തിടെ അവിവാഹിതനായിരുന്നു. ആരും എന്നെ അറിയാത്ത ഒരു സ്ഥലം ആവശ്യമായിരുന്നു. ഇരുണ്ട കണ്ണുകളുള്ള ഒരു വൃദ്ധനായ ഉടമ ചടങ്ങുകളില്ലാതെ എനിക്ക് താക്കോൽ തന്നു. പടിക്കെട്ടിനടിയിലെ വാതിൽ തുറക്കരുത്, അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു തമാശയാണെന്ന് ഞാൻ കരുതി. അല്ലെങ്കിൽ എന്തെങ്കിലും അന്ധവിശ്വാസമായിരിക്കാം. ഒരുപക്ഷെ അവിടെ ഒരു പഴയ സ്റ്റോർ റൂം ചിലന്തിവലകളോ എലികളോ നിറഞ്ഞിരിക്കാം. എന്തായാലും ഞാൻ അത് കാര്യമാക്കിയില്ല. വീടിന്റെ ബാക്കി ഭാഗങ്ങൾ നന്നായിരുന്നു, പൊടി നിറഞ്ഞതായിരുന്നു, പക്ഷേ താമസിക്കാൻ യോഗ്യമായിരുന്നു. രാത്രിയിൽ അത് അല്പം ശബ്ദമുണ്ടാക്കി. ജനാലകൾ പൂർണ്ണമായും അടച്ചില്ല, പക്ഷേ അത് എന്റേതായിരുന്നു. ആദ്യ ആഴ്ച ഒന്നും സംഭവിച്ചില്ല. പിന്നെ 8ാം രാത്രി ഞാൻ മുട്ടൽ കേട്ടു. കൃത്യം പുലർച്ചെ 3:17 മണിന് അത് വന്നു. 3 തവണ മുട്ടി. മങ്ങിയത് പതുക്കെ, മനഃപൂർവ്വം. മുൻവാതിലാണെന്ന് കരുതി ഞാൻ എഴുന്നേറ്റു. പക്ഷേ ഞാൻ പരിശോധിക്കാൻ പോയപ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തെ തെരുവ് നിശബ്ദമായിരുന്നു. മിന്നിമറയുന്ന തെരുവ് വിളക്കിന്റെ അസുഖകരമായ മഞ്ഞ വെളിച്ചത്തിൽ കുളിച്ചു. പിറ്റേന്ന് രാത്രി അത് വീണ്ടും വന്നു. ഇത്തവണ അത് മുൻവാതിലിൽ നിന്നല്ല വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അത് വീടിനുള്ളിൽ നിന്നാണ് വരുന്നത്. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ പടിക്കെട്ടുകൾക്കടിയിൽ നിന്ന്. ഇരുട്ടിൽ നഗ്നപാതനായി, ഹൃദയമിടിപ്പുകൊണ്ട് പടിക്കെട്ടിന് താഴെയുള്ള ചെറിയ മരവാതിലേക്ക് നോക്കി ഞാൻ അവിടെ നിന്നു. അതിന് കൈപ്പിടി ഇല്ല, തുരുമ്പിച്ച ഒരു ലാച്ച് മാത്രം. ഞാൻ അത് തുറന്നില്ല. ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ മുട്ടിവിളക്ക് നിന്നു. അത് എലികളാണെന്ന് ഞാൻ സ്വയം പറഞ്ഞു. ഒരുപക്ഷേ പൈപ്പുകൾ. പഴയ മരം ചിതറിക്കിടക്കുന്നു. പക്ഷേ പിന്നീട് ഞാൻ അവളെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങി. ഒരു പെൺകുട്ടി. വിളറിയ, കറുത്തതും ഒട്ടിപ്പിടിക്കുന്നതുമായ എന്തോ ഒന്ന് നനഞ്ഞിരിക്കുന്നു. മുഖം മൂടുന്ന നീണ്ട മുടി. അവൾ എന്റെ കട്ടിലിന്റെ ചുവട്ടിൽ നിന്നു പടിപ്പുരയിലേക്ക് വിരൽ ചൂണ്ടി. ഞാൻ ഓരോ തവണ അനങ്ങാൻ ശ്രമിക്കുമ്പോഴും എനിക്ക് കഴിഞ്ഞില്ല. എന്റെ ശരീരം പ്രതികരിക്കില്ല. ഞാൻ എന്റെ ഉള്ളിൽ തന്നെ പൂട്ടിയിരിക്കുന്നതുപോലെയായിരുന്നു അത്. സ്വപ്നങ്ങൾ കൂടുതൽ വഷളായി. ചിലപ്പോൾ ഞാൻ ഉണർന്ന് എന്തോ ദുർഗന്ധം വമിക്കും, കെട്ടിക്കിടക്കുന്ന വെള്ളവും ചീഞ്ഞെളിഞ്ഞ പൂക്കളും പോലെ. എന്റെ വസ്ത്രങ്ങളിൽ ആ സുഗന്ധം പറ്റിപ്പിടിച്ചിരിക്കും. എന്റെ മുടി. ലൈറ്റുകൾ കത്തിച്ച് ഞാൻ ഉറങ്ങാൻ തുടങ്ങി. 13ാം തീയതി രാത്രി മുട്ടൽ നിലച്ചില്ല. അത് 3:17 മണിന് ആരംഭിച്ചു. പക്ഷേ അത് അവസാനിച്ചില്ല. അത് തുടർന്നുകൊണ്ടേയിരുന്നു, പോയിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ ഒരു താളം. അത് വിളിക്കുന്നത് പോലെ, യാചിക്കുന്നു. ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ ഒരു ടോർച്ചും അടുക്കള കത്തിയും എടുത്തു. എന്തുകൊണ്ട് എനിക്കറിയില്ല. പടിപ്പുരയിലേക്ക് ഇരിച്ചു കയറി. ജൂൺ മധ്യമായിരുന്നിട്ടും എന്റെ ശ്വാസം മേഘങ്ങളിൽ നിന്ന് പുറത്തുവന്നു. ലാച്ച് വളരെ എളുപ്പത്തിൽ തുറന്നു. മണം ആദ്യം എന്നെ ബാധിച്ചു. അത് അസഹനീയമായിരുന്നു. അഴുകലായി. പൂപ്പൽ. മരണം. ഞാൻ വായ് മൂടിക്കെട്ടി, പക്ഷേ മുന്നോട്ട് തള്ളി. ഇരുണ്ട ഇഴഞ്ഞു നീങ്ങുന്ന സ്ഥലത്തേക്ക് ടോർച്ച് പ്രകാശിപ്പിച്ചു. ഒരു പടിക്കെട്ട് ഉണ്ടായിരുന്നു. ഒരു പടിക്കെട്ട് ഉണ്ടായിരുന്നു. അത് അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അത് അവിടെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് താഴേക്ക് നയിക്കുന്ന പായൽ മൂടിയ ഇടുങ്ങിയതും വളഞ്ഞുപുളഞ്ഞതുമായ ഒരു കൂട്ടം പടികൾ. വീട് അനുവദിക്കേണ്ടതിലും വളരെ ആഴത്തിൽ. തണുപ്പിന്റെ സ്പന്ദനത്താൽ വായുമിടിച്ചു. എന്തോ ഒന്ന് എന്നെ നിരീക്ഷിക്കുന്നതായി എനിക്ക് തോന്നി, പക്ഷേ എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. എന്തോ എന്നെ വലിച്ചിഴച്ചു. എനിക്ക് മറ്റു മാർഗമില്ലാത്തതുപോലെ. പടികൾ എന്നേക്കുമായി പോയി. പെട്ടെന്ന് ഞാൻ ഒരു മുറിയിലായിരുന്നു. വൃത്താകൃതിയിലുള്ള മൺപാത്രം കൊണ്ടുള്ള ഒരു ആൾ. വാതിലുകളില്ല, ജനാലകളില്ല. വെറും ഒരു കണ്ണാടി. ഉയരമുള്ള പുരാതനമായ പൊടി നിറഞ്ഞ പ്രതിഫലനത്തിൽ ഞാൻ അവളെ കണ്ടു. അവൾ എന്റെ പിന്നിലല്ല. അവൾ കണ്ണാടിയിൽ മാത്രമായിരുന്നു. പുഞ്ചിരിക്കുന്നു. അവളുടെ വായ വളരെ വീതിയുള്ളതായിരുന്നു. ഞാൻ തിരിഞ്ഞു. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കണ്ണാടിയിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അടുത്തായിരുന്നു. ഞാൻ കണ്ണു ചിമ്മി.
ഇപ്പോൾ പ്രതിഫലനത്തിൽ അവൾ എന്റെ തൊട്ടുപിന്നിലായിരുന്നു. അവളുടെ വായ തുറന്നിരുന്നു, പല്ലുകളുടെ നിരകൾ വെളിപ്പെടുത്തി. അവളുടെ കൈകൾ എന്റെ നേരെ നീട്ടി. ഞാൻ തിരിഞ്ഞു. ഒന്നുമില്ല. പക്ഷേ ഞാൻ വീണ്ടും നോക്കിയപ്പോൾ അവൾ എന്റെ മുന്നിലായിരുന്നു. ഇനി കണ്ണാടിയിൽ ഇല്ല, മുറിയിൽ. ഞാൻ ഓടി. എങ്ങനെയെന്ന് എനിക്ക് ഓർമ്മയില്ല. പടികൾ കയറിയത് എനിക്ക് ഓർമ്മയില്ല. വാതിൽ അടച്ചത് എനിക്ക് ഓർമ്മയില്ല. വിരലുകൾ ചതഞ്ഞതും മുടി നനഞ്ഞതും എന്റെ കൈവശമുള്ള എല്ലാത്തിലും ആ ദുർഗന്ധം പറ്റിപ്പിടിച്ചിരിക്കുന്നതും അടുക്കള തറയിൽ എഴുന്നേൽക്കുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പൂട്ട് അടച്ചിരുന്നു. ഞാൻ അത് ആണി അടിച്ചു. ടേപ്പ് ചെയ്തു. അതിന്റെ മുന്നിൽ ഇഷ്ടികകൾ അടുക്കി വച്ചിരിക്കുന്നു. പക്ഷേ അവൾ ഇപ്പോഴും വരുന്നു. എല്ലാ രാത്രിയും 3:17 മണിയും 3 തവണ മുട്ടുന്നു. അവൾ എന്നെ വീണ്ടും വാതിൽ തുറക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു.